Welcome back, my dear students, on a new lecture on Laplace transform. So, previous lecture, നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവും ഒറിജിനൽ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷനാണ്. So, here in this lecture, we will be discussing about the integration of Laplace transform and the corresponding relation. So, integration of transforms. Integration of ട്രാൻസ്ഫോംസുമായി ബന്ധപ്പെട്ട റിലേഷൻസ് നമുക്കൊരു തിയറമായിട്ട് പ്രപ്പോസ് ചെയ്യാം. The theorem is let f of t satisfies the condition of existence theorem and the limit of the function f of t by t as t approaches to 0 from the right exists, then the Laplace transform of f of t by t is equal to integral 0 to infinity f of u du. So ഇവിടെ പറയുന്നത് f of t, small f of t എന്നൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ എൽ ഓഫ് സ്മോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസ് തിയറത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്. ആ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. രണ്ടാമത് പറയുന്ന കാര്യം, സ്മോൾ എഫ് ഓഫ് ടി ബൈ ടി എന്നൊരു ഫംഗ്ഷൻ എടുത്തു. സ്മോൾ എഫ് ഓഫ് ടി ബൈ ടി, ഇത് ടി അപ്രോച്ചസ് ടു 0 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൂടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്ന ഫംഗ്ഷന് ടി 0യിലേക്ക് അടുക്കുമ്പോഴും വാല്യൂ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു. അതായത് എഫ് ഓഫ് എസിൻ്റെ ഇന്റഗ്രൽ എടുക്കുക, 0 ടു ഇൻഫിനിറ്റി കാണുന്നത് ആയിരിക്കും എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ ഒരു ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇന്റഗ്രലും എഫ് ഓഫ് ടി ബൈ ടിയും തമ്മിലാണ് റിലേഷൻ, സബ്ജക്ട് ടു ദ കണ്ടീഷൻ ദാറ്റ് എഫ് ഓഫ് ടി ബൈ ടിക്ക് ടി അപ്രോച്ചസ് ടു 0 ആകുമ്പോൾ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് കണക്റ്റിംഗ് ദ ഇന്റഗ്രൽ ഓഫ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ദ ഫംഗ്ഷൻ. സോ എഫ് ഓഫ് ടി ബൈ ടിയുടെ ഇന്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും എഫ് ഓഫ് യുവിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. നൗ വി ഹാവ് ടു പ്രൂവ് ദിസ്. സോ ഹൗ വി പ്രൂവ് ദിസ്? സോ നമുക്ക് തന്നിട്ടുണ്ട്, given that Laplace transform of f of t is equal to capital F of s എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എഫ് ഓഫ് ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഈ എഫ് ഓഫ് എസ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി ആണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ആണ്. എസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഇതാണ്. നൗ നമ്മൾ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൻ്റെ വാല്യൂ ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് കണ്ടുപിടിക്കണം. സോ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു is equal to ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി. ഇനി എഫ് ഓഫ് യുവിൻ്റെ വാല്യൂ അറിയാം. എഫ് ഓഫ് എസിൻ്റെ വാല്യൂ ഇതാണ്, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് യു ആയാൽ മതി, നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എഫ് ഓഫ് യുവിൻ്റെ വാല്യൂ കിട്ടും. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു ടി എഫ് ഓഫ് ടി ഡി യു എന്ന് കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, സോ ദി ആദ്യത്തെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി, രണ്ടാമത്തെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു. സോ ദിസ് ഈസ് ഡി ടി, ദിസ് ഈസ് ടു യു. ഓക്കെ, എഫ് ഓഫ് ടി ഡി ടി ആണിത്, ദിസ് ഈസ് ടു യു. അപ്പം ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡി യു, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡി ടി. അപ്പോൾ ഈ രണ്ട് ഇന്റഗ്രൽ ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആ വാല്യൂ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണെന്ന് പ്രൂവ് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നൗ ഇവിടെ രണ്ട് ഇന്റഗ്രൽ ഉണ്ട്. ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് വി ആർ ഇന്റർചേഞ്ചിങ് ദ ഇന്റഗ്രൽ. ഓക്കെ, സോ ഈ ഇന്റഗ്രൽസിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും, കാരണം അകത്തെ രണ്ട് ഇന്റഗ്രൽസും അകത്തെ ഇന്റഗ്രൽസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽസിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇന്റർചേഞ്ചിങ് ദ ഇന്റഗ്രൽസ്, നമ്മൾ ഇന്റഗ്രൽസിനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ആദ്യം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം 0 ടു ഇൻഫിനിറ്റി, എന്നിട്ട്
വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എസ് ടു ഇൻഫിനിറ്റി. അതിന് പകരം ആദ്യം നമ്മൾ എസ് ടു ഇൻഫിനിറ്റി വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതിനുശേഷം 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. സോ integral s to infinity f of u du can be written as integral 0 to infinity and integral s to infinity. ആദ്യം with respect to u e raised to minus ut f of t du and dt. Okay. Now ഈ അകത്തെ ഭാഗം നോക്കുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ അകത്തെ ഇവിടെ യു വിത്ത് റെസ്പെക്ട് യുവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എഫ് ഓഫ് ടി എന്നുള്ളതിൻ്റെ അകത്ത് യു ഇല്ല. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് യു ടി ഡി യു ഡി ടി. ഇനി അടുത്തത് ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. സോ integral 0 to infinity f of t ഉണ്ട്. e raised to minus ut with respect to u വിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus ut യുടെ ഇൻ്റഗ്രൽ ഈസ് e raised to minus ut ഡിവൈഡഡ് ബൈ മൈനസ് ut യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u വിൽ. മൈനസ് ut യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u വിൽ ഈസ് ആക്ച്വലി മൈനസ് t ഫ്രം s to infinity du. So this is integral 0 to infinity എഫ് ഓഫ് ടി. ഇനി ആദ്യം ഇൻഫിനിറ്റി കൊടുക്കുക. ഓക്കെ, ബാക്കി ഇവിടെ ടി. ആദ്യം യുവിന് ഇൻഫിനിറ്റി കൊടുക്കുക, എന്നിട്ട് യുവിന് എസ് കൊടുക്കുക. സോ ആസ് യു ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു ടിയും ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. സോ മൈനസ് യു ടി ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണ്. ഇ റൈസ് ടു മൈനസ് യു ടി ടെൻസ് ടു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ ആദ്യം യു ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ദ ആൻസർ ഈസ് 0. Okay, so this is ആദ്യത്തെ വാല്യൂ 0 മൈനസ് അടുത്തത് യുവിന് എസ് കൊടുക്കുക. ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, സോ ഇവിടുത്തെ മൈനസും മൈനസും പ്ലസ് ദിസ് ഈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ ടി ഡി ടി. ഇതിനെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ബൈ ടി ഡി ടി എന്ന് നമുക്ക് എഴുതാം. സോ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് ടി ബൈ ടി എന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ബൈ ടി ഡി ടി എന്ന് വെച്ചാൽ ആക്ച്വലി എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണ് ബൈ ദ ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. Now using this relation we can say that integral s to infinity f of u du L of f of t by t ആണെങ്കിൽ we can state a corollary that L inverse of integral s to infinity capital F of u du should be equal to f of t by t. ഇവിടെ എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇതെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഈ പാർട്ടിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയും. ഓക്കെ, നൗ ദിസ് ഈസ് വാട്ട് വി ഹാവ് ഫൗണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് L of 1 minus e raised to t by t. Laplace transform of 1 minus e raised to t divided by t നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ഇനിയും എഫ് ഓഫ് ടി ബൈ ടി എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ്. വേർ ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. ഓക്കെ, സോ ആൻസർ this is of the form L of f of t by t. L of f of t by t എന്നുള്ള ഫോമിലാണിത്. where f of t is equal to f of t യുടെ വാല്യൂ എന്ന് വെച്ചാൽ 1 മൈനസ് ഇ റൈസ് ടു ടി ആണ്. ഓക്കെ,
സോ ഇനിയും എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് നമുക്കറിയാം ബൈ പ്രീവിയസ് റിസൾട്ട് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു വേർ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി കിട്ടിയ സ്ഥിതിക്ക് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ എസ് ടു ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് വാട്ട് വി നീഡ്. ഓക്കെ, സോ എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഓഫ് 1 മൈനസ് ഇ റൈസ് ടു ടി. ദാറ്റ് ഈസ് ലീനിയറിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് ഇ റൈസ് ടു ടി. L of 1 is 1 by s. L of e raised to at is actually 1 divided by s minus a. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. So 1 divided by s minus 1. So this is f of s. Okay. So corresponding L of 1 minus e raised to t by t is equal to integral s to infinity f of u du. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് യു ആക്കിയാൽ മതി. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, സോ 1 ബൈ യു മൈനസ് 1 ബൈ യു മൈനസ് 1 ഡി യു. ഓക്കെ, 1 ബൈ യു മൈനസ് 1 ഡി യു. സോ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ യു ഡി യു മൈനസ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ യു മൈനസ് 1 ഡി യു. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by u into log u. So log u. Okay. From so 1 by u minus 1 into log u minus 1. Limit s to infinity. The log a minus log b ആണ്, which is log a by b. So log u divided by u minus 1 from s to infinity. ആദ്യം u is equal to infinity കൊടുക്കുന്നു. സോ u tends to infinity ആകുമ്പോൾ u minus 1ഉം tends to infinity തന്നെ ആയിരിക്കും. സോ u divided by u minus 1 tends to 1 ആയിരിക്കും. ഓക്കെ, കാരണം ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ദ റേഷ്യോ എടുക്കുമ്പോൾ 1 ആയിരിക്കും. സോ ദിസ് ഈസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log 1 മൈനസ് അടുത്തത് യു ഇസിക്കൽ ടു എസ് കൊടുക്കുമ്പോൾ ലോഗ് എസ് ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1. Now log 1 is equal to 0. So this is log s divided by s minus 1. So which is equal to log s divided by s minus 1 the whole raised to minus 1. Log in the property inside. Log a raised to m is equal to m into log a. So log minus 1 log something is equal to log something raised to minus 1. മൈനസ് ഇത് എന്ന് വെച്ചാൽ തിരിച്ചെഴുതുക. ഒരു നമ്പർ റൈസ് ടു മൈനസ് 1 പവർ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ലോഗ് എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ്. അല്ലെങ്കിൽ ഇവിടെ വരെ എഴുതിയാലും മതി. സോ എൽ ഓഫ് 1 മൈനസ് ഇ റൈസ് ടു ടി ബൈ ടി ഈസ് ഈക്വൽ ടു log s minus 1 divided by s. This is the answer. Moving on to the next problem. So next question. Find L of sin 80 by t. ഇതും എ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ടി എന്നുള്ള ഫോമിലാണ്. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം L of f of t by t, where f of t is equal to sin 80. Okay. Now L of f of t by t is equal to integral s to infinity f of u du, where f of s is equal to L of f of t. സോ ഇവിടെ എഫ് ഓഫ് ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെ എസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. സോ എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഓഫ്
f of t, which is equal to L of sin at. L of sin at is equal to a divided by s square plus a square ആണ്. Okay, so now L of f of t divided by t, which is equal to L of sin at divided by t is equal to integral s to infinity f of u. ഇവിടെ എഫ് ഓഫ് എസ് ഉണ്ട്, എസിന്റെ സ്ഥാനത്ത് യു ആക്കിയാൽ മതി, എഫ് ഓഫ് യു എ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി. നൗ ഇതിൻ്റെ അകത്തുനിന്ന് എ വെളിയിലെടുത്താൽ എ ഇൻറ്റു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി. സോ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് വെച്ചാൽ, so integral of 1 by x square plus a square is actually 1 by a tan inverse x by a. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് യു വന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ഇൻറ്റു 1 by a tan inverse യു ബൈ എ. ഓക്കെ, ഇവിടെ നമുക്ക് 1 by എയും ക്യാൻസൽ ആക്കി കളഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു tan inverse യു ബൈ എ. സോ നമ്മൾ ഇനി ലിമിറ്റ് കൊടുക്കണം. ആദ്യം യു ഇസിക്കൽ ടു ഇൻഫിനിറ്റി കൊടുക്കുക. യു ഇസിക്കൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ യു ബൈ എ ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്, ഫിക്സഡ് നമ്പർ ആണ്. യു ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ യു ബൈ എയും ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് അടുത്തത് യു ഇസിക്കൽ ടു എസ് കൊടുക്കുന്നു, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ടാനിൻ്റെ ഏത് വാല്യൂവിനാണോ ഇൻഫിനിറ്റി കിട്ടുന്നത്. ടാനിന് പൈ ബൈ ടു വാല്യൂവിലാണ് ഇൻഫിനിറ്റി കിട്ടുന്നത്. സോ ടാൻ പൈ ബൈ ടു ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ആസ് പൈ ബൈ ടു. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ. സോ ദിസ് ഈസ് ദി ആൻസർ. ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് ഇൻവേഴ്സ് എസ് ബൈ എ എന്നും എഴുതാം. കാരണം പൈ ബൈ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ കോട്ട് ഇൻവേഴ്സ് എസ് ബൈ എയുടെ എക്സ്പ്രഷനാണ്. സോ ദിസ് ഈസ് എൽ ഓഫ് സൈൻ എ ടി ഡിവൈഡഡ് ബൈ ടി. സോ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ടി വരുന്ന എല്ലാ എക്സ്പ്രഷനും കണ്ടുപിടിക്കുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്, ന്യൂമറേറ്ററിലുള്ള എക്സ്പ്രഷൻ്റെ വാല്യൂ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അതിനെ എസ് ടു ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് if integral s to infinity f of u du is equal to g of s, then f of u is equal to minus d by du of g of u. Integral s to infinity f of u du ന്റെ വാല്യൂ g of s ആണെങ്കിൽ ഈ f of u എന്നുള്ളത് g of s ന്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഇത് ലാപ്ലേസുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ തന്നെ ചെയ്യുന്ന ഒരു ജനറൽ പ്രോബ്ലം ആണ്. സോ വി വിൽ പ്രൂവ് ദിസ്. സോ ഹിയർ ജി ഓഫ് എസ് എന്ന് വെച്ചാൽ എസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് ഡി ബൈ ഡി യു ഓഫ് ജി യു എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ജി ഓഫ് u plus h minus g of u divided by h. This is the definition of derivative. നമുക്ക് ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തുടക്കത്തിൽ ഒരു മൈനസ്. സോ ദിസ് ഈസ് ദി ആൻസർ. മൈനസ് ഓഫ് ദിസ് ഈസ് ദി ആൻസർ. ഇനി ജി ഓഫ് എസിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ്. അപ്പോൾ ജി ഓഫ് യു പ്ലസ് എച്ച് എന്തായിരിക്കും? എസിൻ്റെ സ്ഥാനത്ത് യു പ്ലസ് എച്ച് ആക്കിയാൽ മതി. സോ ദിസ് ഈസ് മൈനസ് ഓഫ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സോ ഇൻ്റഗ്രൽ u plus h to infinity, let's say f of u എന്ന് പകരം let's say f of v dv, കാരണം വേരിയബിൾ സെയിം ആകാൻ പാടില്ല, മൈനസ് g of u എന്തായിരിക്കും? ഇൻ്റഗ്രൽ u to infinity. സോ ഇൻ്റഗ്രൽ u to infinity f of v dv ഹോൾ ഡിവൈഡഡ് ബൈ h.
ഇവിടെ യു പ്ലസ് എച്ച് തൊട്ട് ഇൻഫിനിറ്റി മൈനസ് യു തൊട്ട് ഇൻഫിനിറ്റി. സോ യു പ്ലസ് എച്ച് തൊട്ട് ഇൻഫിനിറ്റി യു തൊട്ട് ഇൻഫിനിറ്റി. സോ ഇതിൻ്റെ ബാക്കി റിമൈൻ ചെയ്യുന്നത് യു പ്ലസ് യു തൊട്ട് യു പ്ലസ് എച്ച് വരെയുള്ള ഭാഗമായിരിക്കും റിമൈൻ ചെയ്യുന്നത്. ബാക്കി എല്ലാ ഭാഗവും ക്യാൻസൽ ആയിപ്പോകും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇൻ്റഗ്രൽ യു ടു യു പ്ലസ് എച്ച് എഫ് ഓഫ് വി ഡി വി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. സോ ഇവിടെ യു പ്ലസ് എച്ച് ആണ് ആദ്യം, അടുത്തതാണ് യു, യു പ്ലസ് എച്ച് ടു യു. കാരണം ഇവിടെ ആദ്യം യു പ്ലസ് എച്ച് വരെയുള്ള ഭാഗം, പിന്നീട് യു വരെയുള്ള ഭാഗം, കോമൺ ഭാഗം ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ട് യു പ്ലസ് എച്ച് ടു യു. സോ ഇതിനെ നമുക്ക് മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ മൈനസ് ഇൻ്റഗ്രൽ ബി ടു എന്ന് എഴുതാം. സോ മൈനസ് യു ടു യു പ്ലസ് എച്ച് എഫ് ഓഫ് വി ഡി വി എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എച്ച്. ഈ മൈനസും മൈനസും പ്ലസ് ആകും. സോ ദിസ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇൻ്റഗ്രൽ യു ടു യു പ്ലസ് എച്ച് എഫ് ഓഫ് വി ഡി വി ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നൗ ഈ അകത്തെ ഭാഗം കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് ദ ഇൻ്റഗ്രൽ എന്ന രീതിയിലാണ് വരുന്നത്. സോ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും റിവേഴ്സ് ഫങ്ഷൻസ് ആയതുകൊണ്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ ആൻസർ എഫ് ഓഫ് യു എന്ന് എഴുതാം. ഓക്കെ, ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രൽ യു ടു യു പ്ലസ് എച്ച് എഫ് ഓഫ് വി ഡി വിയെ നമുക്ക് ഇൻ്റഗ്രൽ 0 ടു യു പ്ലസ് എച്ച് എഫ് ഓഫ് വി ഡി വി മൈനസ് ഇൻ്റഗ്രൽ 0 ടു യു എഫ് ഓഫ് വി ഡി വി എന്ന് എഴുതാം ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ദിസ് ഈസ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. എന്നിട്ട് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് വി ഡി വിയെ നമുക്ക് സം എച്ച് ഓഫ് എക്സ് എന്ന് കൊടുക്കും. സോ ദിസ് ഈസ് ക്യാപിറ്റൽ എച്ച് ഓഫ് എക്സ്. ദിസ് ഈസ് എച്ച് ഓഫ് യു പ്ലസ് എച്ച്, എച്ച് ഓഫ് യു പ്ലസ് എച്ച് മൈനസ് എച്ച് ഓഫ് യു ഡിവൈഡഡ് ബൈ എച്ച്. നമുക്കിവിടെ ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സോ ഇവിടെയും ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സോ ഇവിടെയും ലിമിറ്റ് ഉണ്ട്. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സോ ദിസ് മീൻസ് എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക അറ്റ് യു. അതാണ് ഇതിൻ്റെ മീനിങ്. എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക അറ്റ് യു. സോ ഇവിടെ എച്ച് എന്നുള്ള ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, സോ എച്ചിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. കാരണം ഇത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അനുസരിച്ച് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് വി ഡി വി ഇസിക്കൽ ടു എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. ഈ അകത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അറ്റ് യുവിലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി എച്ച് ഡാഷ് ഓഫ് യു വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് യു. നമ്മൾ എച്ചിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. സോ ദാറ്റ്സ് വൈ ദിസ് ഈസ് എഫ് ഓഫ് യു. സോ നമുക്ക് കിട്ടേണ്ട ആൻസർ കിട്ടി. ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡി യു ജി ഓഫ് യു ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് യു whenever integral s to infinity f of u du is equal to g of s. ഇത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. തിയറം ഓഫ് കാൽക്കുലസ്. സോ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു എക്സ് എഫ് ഓഫ് വി ഡി വി ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആണെങ്കിൽ എച്ച് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഈ അകത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എക്സ് ആയിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഇൻ്റഗ്രലും ഇൻവേഴ്സ് ഫങ്ഷൻസ് എന്നുള്ളതാണ് അത് പറയുന്നത്. Now the question is, എന്തിനാണ് നമ്മളിങ്ങനെ ഒരു റിസൾട്ട് പറഞ്ഞത്? ഓക്കെ, എന്തിനാണ് നമ്മളിങ്ങനെ ഒരു റിസൾട്ട് സ്പെഷ്യലി പറഞ്ഞത്? അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഡി ടി ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടെത്തേണ്ടത്. ആ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത് എഫ് ഓഫ് ടി ബൈ ടി ആണ്. ബട്ട് ദ പ്രോബ്ലം ഈസ് ഈ എഫ് ഓഫ് യു എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ്. അതിൽ നിന്നും നമ്മൾ എഫ് ഓഫ് യു കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്തണം? എഫ് ഓഫ് യുവിൻ്റെ വാല്യൂ കണ്ടെത്തണം. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ദിസ് റിസൾട്ട് ഈസ് ആക്ച്വലി യൂസ്ഫുൾ. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് മൈനസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ് ഓഫ് യുവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദാറ്റ്സ് എ പ്രോബ്ലം. സോ വി വിൽ ഡിസ്കസ് one problem related to that question. Find the inverse Laplace transform of log to the base e 1 plus omega square divided by s square. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, ഒബ്സർവ് ചെയ്യുക. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എൽ ഇൻവേഴ്സ് ദിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കൺസിഡർ ദാറ്റ് ദിസ് ഈസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ് ദിസ് തിങ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ആൻസർ കൺസിഡർ നമ്മൾ എടുക്കുന്നു ജി ഓഫ് എസ് ആണ് ലോഗ് 1 plus omega square by s square. So this is of the form what? Integral s to infinity f of u du. So integral s to infinity f of u du ആണ് ഈ സാധനം. ഓക്കെ, ഇനി നമുക്കറിയാം എൽ ഇൻവേഴ്സ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറയുന്നത് f of t by t ആണ്, where small f of t is equal to L inverse of f of u അല്ലെങ്കിൽ f of s. സോ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൽ നിന്ന്, സോ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എസ് അല്ലെങ്കിൽ എഫ് ഓഫ് യു കണ്ടുപിടിക്കണം. എഫ് ഓഫ് യു കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? സ്മോൾ എഫ് ഓഫ് ടി, അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആയ എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. എന്നിട്ട് എഫ് ഓഫ് ടി ബൈ ടി എഴുതിയാൽ നമുക്ക് വേണ്ട ആൻസേഴ്സ് ആയി. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നിന്നും എഫ് ഓഫ് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ റിസൾട്ടിന്റെ യൂസ്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ജി ഓഫ് എസ് എന്ന് എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി യു ഓഫ് ജി ഓഫ് യു ആണ്. സോ ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ, സോ നമുക്ക് ദിസ് ഈസ് ജി ഓഫ് എസ്, വി ഹാവ് എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി യു ഓഫ് ജി ഓഫ് യു. ഇതാണ് നമ്മുടെ വാല്യൂ. ഇവിടെ ജി ഓഫ് യു തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡി യു ഓഫ് യുവിൻ്റെ പകരം എസിൻ്റെ പകരം യു ആക്കിയാൽ മതി. ലോഗ് ഞാനിവിടെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ബൈ ഇവിടെ എസ് സ്ക്വയറിന് പകരം യു സ്ക്വയർ എന്ന് കൊടുക്കുക. വേരിയബിൾ യു ആണ്. ഓക്കെ, സോ ഇത് കണ്ടുപിടിച്ചാൽ എഫ് ഓഫ് യു കിട്ടും. എഫ് ഓഫ് യുവിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ എഫ് ഓഫ് ടി കിട്ടും. എഫ് ഓഫ് ടി ബൈ ടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഇൻവേഴ്സും കിട്ടും. ദാറ്റ്സ് ദ പ്രോസസ്. സോ അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി യു ലോഗ്, ഇവിടെ എൽ സി എം എടുക്കുന്നു. എൽ സി എം എടുക്കുമ്പോൾ യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ, യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ. ഓക്കെ, സോ ഇത് ലോഗ് എ ബൈ ബി ആണ്, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ലോഗ് എ മൈനസ് ലോഗ് ബി. സോ മൈനസ് ഡി ബൈ ഡി യു ലോഗ് യു സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ലോഗ് യു സ്ക്വയർ. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവിനെ അഫക്റ്റ് ചെയ്യത്തില്ല. സോ നീ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുത്താലും ഡെറിവേറ്റീവ് എടുത്തിട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡസ് നോട്ട് അഫക്ട് ദ ഹോൾ തിങ്. സോ ഞാൻ അതുകൊണ്ട് മൈനസ് കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് ഡി ബൈ ഡി യു ഓഫ് മൈനസ് കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടൈം മൈനസ് ആവും, സെക്കൻഡ് ടൈം പ്ലസ് ആകും.
So this is log u square minus log u square plus omega square. ഇവിടെ ഒമേഗ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് കാണാം. ലോഗ് യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 1 by ലോഗിന്റെ ഡെറിവേറ്റീവ് 1 by u square into u square derivative which is 2u minus log u square plus omega square derivative is 1 by u square plus omega square into u square plus omega square derivative which is 2u. So ഇവിടുന്ന് u u cancel ആയി പോയിട്ട് 2 by u minus 2u divided by u square plus omega square. This is f of u. So നമുക്ക് തന്നിരിക്കുന്ന സാധനം ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് യു കണ്ടുപിടിച്ചു. ഓക്കെ, നൗ കറസ്പോണ്ടിങ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു യുവിന് പോലെ എസ് ആക്കുക 2 by u മൈനസ് 2s by എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. നൗ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് ടി വേണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യുവിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ബൈ ടി ആണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കണ്ടുപിടിക്കണം. സോ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വിച്ച് ഈസ് എഫ് ഓഫ് ടി, സ്മോൾ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 2 by ഇവിടെ s 2 by s minus 2s by s square plus omega square. That is equal to L inverse of 2 by s minus L inverse of 2s divided by s square plus omega square. So this is equal to 2 into L inverse of 1 by s. Linearity property അനുസരിച്ച് ഇവിടെ 2 വെളിയിലെടുക്കാം. Minus 2 L inverse of s divided by s square plus omega square. So now L inverse of 1 by s is actually 1. So 2 into 1 minus 2 into L inverse of s divided by s square plus omega square എന്ന് വെച്ചാൽ cos omega t ആണ്. So the answer is 2 minus 2 cos omega t. Okay, so this is f of t. നമുക്ക് അപ്പോൾ f of t കിട്ടി. f of t യുടെ വാല്യൂ കിട്ടി. Now L inverse of log 1 plus omega square by u square which is equal to L inverse of integral s to infinity f of u du is equal to f of t by t. That is f of t is equal to എന്താണ് 2 minus 2 cos omega t divided by t. So this is the answer. So ഇത്തരം കണക്കുകൾ ഇങ്ങനെയും ചെയ്യാം. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇവിടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ലോഗ് ഓഫ് സംതിങ് ആണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷന്റെയും ഫോമിലല്ല. 1 by s എന്നോ 1 by s സ്ക്വയർ എന്നോ 1 by s സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നോ 1 by s സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നോ ഒക്കെ വെച്ചുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ ലോഗ് എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന ഫോമിലാണെന്ന് കൺസിഡർ ചെയ്തത്. നമുക്ക് യൂഷ്വലി അറിയാവുന്ന ഫോർമാറ്റിൽ ഒന്നുമല്ല ഇത് കിടക്കുന്നത്. അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡയറക്റ്റ് ടെക്നിക്സ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തത്, എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണെന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, ജി ഓഫ് എസ് കണ്ടുപിടിച്ചത്. സോ ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തത്. സോ ഇങ്ങനത്തെ കണക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ ട്രൈ ടു സോൾവ് ആസ് മെനി പ്രോബ്ലംസ് ആസ് പോസിബിൾ. താങ്ക് യു.